ദിമാഗി നക്സൽ ചാപ്പയോ എന്നാണ് ചോദ്യം. സ്മൃതി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗം അദ്ദേഹം പതിവ് രീതിയിൽ തന്നെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ രാജ്യം വിദേശ നയത്തിലെടുക്കേണ്ട സമീപനങ്ങളെക്കുറിച്ച്, മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട നിലപാടിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്താൻ കഴിയാതിരുന്നതിനെക്കുറിച്ച്, തൻ്റെ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഡാമേജിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴും വലിയ അനുരണങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പാറ്റകൾ എന്ന് പറയുന്ന വിദ്യാർത്ഥി സമരം, ആ സമരം ഉണ്ടാക്കിയ ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ട്രെയിനിങ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളടക്കം കുറേ കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ 40 തവണയേറ്റ വിദ്യാർത്ഥികൾ എന്ന് അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട് ആ പ്രസംഗത്തിൽ. പക്ഷേ എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നിരുന്നത് എന്ന് തൊടാതെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ 12 വർഷത്തിനിടയിലെ ഏറ്റവും മോശം സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു മോദിയുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ തന്നെയാണ് ഏറ്റവും ഒരു തീവ്ര വാക്ക്, അതായത് ദിമാഗി നക്സൽസ് എന്നൊരു വാക്ക് അവിടെ തീവ്ര നിലപാടുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണല്ലോ ഈ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ പല പ്രയോഗങ്ങൾ പല കാലങ്ങളായി നടത്തിയിട്ടുണ്ട്. ആ പ്രയോഗങ്ങൾ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുക, അത് ബാക്കിയുള്ളവർ ഏറ്റെടുത്തുകൊള്ളും. അപ്പോൾ ഈ സർക്കാരിനെ വിമർശിക്കുന്ന, സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുന്നവരൊക്കെ അർബൻ നക്സലുകളിൽ നിന്ന് സ്ഥിരമായി BJP പ്രതിനിധികൾ വിളിക്കുന്ന, നമ്മൾ കേരളത്തിലും കണ്ടിട്ടില്ല, അവർ അർബൻ നക്സലുകളാണ്. അതായത് സർക്കാരിന് വിരുദ്ധമായി എന്ത് നിലപാടെടുക്കുന്നവരും അർബൻ നക്സലുകളാണെന്ന് പറഞ്ഞത്. ഇപ്പം നക്സലുകളുമായി ബന്ധപ്പെട്ട് നക്സലുകളെ പൂർണ്ണമായും തുടച്ചു നീക്കിയിരിക്കുന്നു, കുറേ പേരെ തിരിച്ചെത്തിച്ചു, കുറേ പേരെ പൂർണ്ണമായും ഇല്ലാതാക്കി. നക്സലുകൾ എന്നൊരു വിഭാഗം ഇപ്പോൾ രാജ്യത്തില്ല എന്നാണ് അമിത്ഷാ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ദിമാഗി നക്സൽ എന്ന പ്രയോഗം വരുന്നത്. ദിമാഗി നക്സൽ ഒരു ഹിന്ദി ചാനൽ, ഇംഗ്ലീഷ് ചാനലിലെ ചർച്ചയിൽ ദിമാഗി നക്സൽ എന്ന പ്രയോഗം, ഞങ്ങളെ വേണമെങ്കിൽ അന്ധഭക്തർ എന്ന് വിളിച്ചോളൂ, പക്ഷേ ഞങ്ങൾ ദിമാഗി നക്സൽസ് അല്ല എന്നൊരു പ്രയോഗം അവിടുത്തെ ഒരു BJP പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു. അപ്പോൾ തിരിച്ച് കോൺഗ്രസ് പ്രതിനിധിയാണെന്ന് തോന്നുന്നു, തിരിച്ച് പ്രതിപക്ഷത്തെ ഒരു പാർട്ടിയിലെ പ്രതിനിധിയാണ്, തിരിച്ച് പറയുന്നു അതിന് ദിമാഗ് വേണ്ടേ, തലച്ചോറ് വേണ്ടേ ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ തലച്ചോറുള്ളവർ ആണ്, അതായത് ഒരു എന്താണ് ഈ പ്രയോഗങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ളതാണ്. ആളുകളെ അത് വെച്ചൊരു അപകടം നിങ്ങളെ നേരിടാൻ പോകുന്നു എന്നൊരു ഭീഷണി ആ സ്വരത്തിലുണ്ട്. അപകടം പല ഘട്ടങ്ങളായി നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. പല ആളുകൾക്കും അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നക്സലുകൾ മാത്രമല്ല, ലഷ്കർ ഇ തയ്യബയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്ന ചാപ്പയും കുത്തുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അപ്പോൾ മോദി അധികാരത്തിൽ വന്ന ശേഷം പല വാക്കുകൾ ഒരു കള്ളി ഉണ്ടാക്കിയ കള്ളിയിലേക്ക് ആളുകളെ എടുത്തിടുന്നു. നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ മാധ്യമപ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ട് നടത്തിയിരുന്ന പ്രയോഗമാണ്, അത് മോദിയല്ല നടത്തിയത്, പ്രസ്റ്റിറ്റ്യൂട്ട് എന്ന പ്രയോഗം ഓർക്കുന്നില്ലേ, VK സിംഗ് നടത്തിയത്. അപ്പോൾ അന്ന് ആ പ്രസ്റ്റിറ്റ്യൂട്ട് പ്രയോഗം നടത്തി പിന്നീട് വിവിധ ചർച്ചകളിലൊക്കെ അതിങ്ങനെ ആവർത്തിച്ച് നമ്മളെ ആ പ്രയോഗം കൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ പിന്നീട് പൗരാവകാശ പ്രവർത്തകരെയും ബുദ്ധിജീവികളെയും ഒക്കെ അർബൻ നക്സലുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഓരോ കാലത്ത് ഓരോന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പലരും ഇപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ട്, പലരും നിയമ പോരാട്ടത്തിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട കുറ്റം എന്നുള്ളത് ചിന്താക്കുറ്റമാണ്. ചിന്തിച്ചുകൂടാ. അപ്പോൾ സർക്കാർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാതെ ചിന്തിച്ചുകൊണ്ട് നിലപാടെടുത്ത് പ്രതികരിക്കുന്നവർക്കൊക്കെ ഒരു ചിന്താക്കുറ്റം ചാർത്തുകയാണ്. ഇതാണ് ഈ തോട്ട് ക്രൈം എന്ന ഒരവസ്ഥ, ജോർജ് ഓർവെലിന്റെ നോവലിൽ പറയുന്ന തോട്ട് ക്രൈം എന്ന അവസ്ഥ. ആ രൂപത്തിലേക്ക്, അതെ, അപ്പോൾ ആ രൂപത്തിലേക്ക് അതൊരു ക്രൈമാണ് എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ മാത്രമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതില്ല. പക്ഷേ അത് BJPയുടെ ഒരു രീതിയായി മാറിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന എന്താണ്, മലയാളിയായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് രവി നായരുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. രവി നായരുടെ കേരളത്തിലും ഡൽഹിയിലുമുള്ള വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോകുന്നു, ഫോണുകൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിനെന്താണ് കാരണം പറയുന്നത്, ഈ പറയുന്ന അദാനിക്കെതിരെ വാർത്തകൾ കൊടുത്തു. അദാനിക്കെതിരെ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു ലേഖനം എഴുതി എന്നുള്ളതാണ്. അതെന്തായിരുന്നു, വാഷിംഗ്ടൺ പോസ്റ്റിൽ LIC അദാനിയുടെ സംരംഭങ്ങളിൽ നടത്തിയ നിക്ഷേപത്തിൻ്റെ രഹസ്യ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വേട്ടയാടലിന് വിധേയനായിരിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തായാലും ഈ ദിമാഗി നക്സൽസ് എന്ന പ്രയോഗം വരുമ്പോഴും കോക്രോച്ചുകൾ എന്ന ചീഫ് ജസ്റ്റിസ് വിളിച്ചപ്പോൾ ഇവിടുത്തെ യുവത്വം ഉണർന്നതുപോലെ തന്നെ ദിമാഗി നക്സൽസും അവരും ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അതിനും നല്ല ഫോളോവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ അധിക്ഷേപമായി ഉപയോഗിക്കുന്ന വാക്കുകൾ ഞങ്ങൾക്കൊരു അലങ്കാരമാണ് എന്ന രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ യുവാക്കൾ വരുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാനേജ്മെൻറ്റ് കോളേജിനെതിരെ നടന്ന സമരം, MA കോളേജിൽ കോതമംഗലത്ത് നടന്ന ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആ വിദ്യാർത്ഥികൾ ശക്തമായി നിൽക്കുന്ന, അവർ
ഉന്നയിച്ച ആവശ്യങ്ങൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കാണുന്നത് പ്രിൻസിപ്പൽ വന്ന് 10 നടപടികൾ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ആ നടപടികൾ വന്നപ്പോഴേക്കും അവരങ്ങനെ ഒച്ചയിടുകയാണ്, ബഹളം വെക്കുകയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കൃത്യമായി പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ ഡീനെ മാറ്റി നിർത്താനുള്ള തീരുമാനം വരുന്നു. അപ്പോൾ ഈ ശക്തമായി നിന്നാൽ ഞങ്ങളുടെ നിലപാടുമായി എത്ര വലിയ ആക്രമണം നിങ്ങളുടെ ഭാഗത്തുണ്ടായി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളൊരു തോന്നൽ, അതായത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെ ഈ പാറ്റ സമരത്തിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കണം കേട്ടോ. അതിൻ്റെ ഒരു അല്ലേ, എല്ലാവരിലേക്കും അത് പടരുന്നുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം നമ്മുടെ യുവാക്കളുണ്ട്. വളരെ പോസിറ്റീവായ മാറ്റമാണ് അത്. ആ രൂപത്തിൽ ആ പ്രതിഷേധം അവിടെ നിൽക്കുന്നു. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോവുക, മറ്റ് ചാപ്പുകൾ കുത്തുക എന്നുള്ളത്. നമ്മുടെ മുന്നിൽ പരംജോയ് ഗുഹ തക്കൂർത്തയുണ്ടല്ലോ, അദ്ദേഹം EPWയുടെ മുൻ എഡിറ്ററാണ്. അതേപോലെ എത്ര പേരെ ജയിലിലാക്കിയിരിക്കുന്നു. ആ ജയിലിലായവർ ഇപ്പോഴും നിയമ പോരാട്ടം നടത്തുന്നു. ഇന്നിപ്പോൾ നമ്മൾ വായിക്കുന്ന വാർത്ത നരേന്ദ്ര ധബോൾക്കറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തയാണ്. അതിലെ 2ാം പ്രതി സച്ചിൻ അന്തുറയുടെ ശിക്ഷാവിധി കോടതി മരവിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കോടതികൾ പോലും ഈ തരത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പല പോരാട്ടങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അകത്തു നിന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നവർ, ഇപ്പോൾ JNUവിലെ മുൻ പ്രൊഫസർമാർ നടത്തുന്ന പോരാട്ടം, JNUയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് പ്രതിരോധം തന്നെ സാധ്യമാകുകയുള്ളൂ. ആ പ്രതിരോധം ജൻസിയിൽ നിന്ന് വരുമ്പോൾ അതിനെ നേരിടാനാകാതെ പതറിപ്പോകുന്ന കേന്ദ്ര സർക്കാർ നമ്മൾ കാണുകയാണ്. അതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. ഇപ്പോൾ ദിമാഗി നക്സൽസ് എന്നിപ്പോൾ കോൺഗ്രസിനെ പരിഹസിക്കുന്നത്, ചിദംബരം പറഞ്ഞു ഞാൻ ദിമാഗി നക്സലാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും ഞങ്ങളതാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. കേജ്രിവാൾ പറഞ്ഞു. അതാണ്. അപ്പോൾ അതായത് പ്രതിപക്ഷത്തെ പല നേതാക്കളിൽ നിന്ന് ആ പ്രതികരണം വരികയാണ്. അപ്പോൾ തലച്ചോറ് ഉപയോഗിക്കുന്നവരെ ഭയക്കുകയാണ് ഭരണകൂടം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ ഭയം അവിടെ ഇരിക്കട്ടെ, അന്ധഭയം ഇരിക്കട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. Meet the editors.